വിശാൽ സ്നേഹമുള്ളവരെ, എൻ്റെ ഒരു സുഹൃത്ത് ഈ ഇടയ്ക്ക് ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ വോയിസ് ക്ലിപ്പിൽ നോർത്ത് ഈസ്റ്റിലുള്ള ഒരു സിസ്റ്ററിന് ലഭിച്ച ദർശനത്തെക്കുറിച്ച് ഒരു പെൺകുട്ടിയുടെ ശബ്ദത്തിലുള്ളൊരു സന്ദേശമായിരുന്നു അതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത്. അപ്പോൾ ആ ദർശനത്തിൽ ആകാശത്തു നിന്ന് കോടിക്കണക്കിന് റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നിട്ട് ഒത്തിരിയധികം കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്നൊരു ദർശനമായിരുന്നു. അപ്പോൾ ഈ ദർശനത്തിൻ്റെ അർത്ഥം തന്നെ ആ ദർശനം കണ്ടയാൾ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് ഈ കോഴിക്കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭവനങ്ങളിലെ കൊച്ചു കുട്ടികളാണ്. ഏതോ മാരക രോഗം ഇവരെയൊക്കെ ബാധിക്കുവാനായിട്ട് പോകുന്നു. ഒത്തിരിയധികം കുഞ്ഞുങ്ങൾ മരിച്ചു വീഴും, അതുകൊണ്ട് സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക എന്നൊരു സന്ദേശം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് ബാധിച്ച് ഒത്തിരിയധികം കുഞ്ഞുങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ദേശത്ത് മരിക്കുമെന്ന ഒരു മുന്നറിയിപ്പായിരുന്നത്. മുകളിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് കോടിക്കണക്കിന് റാഞ്ചൻ പക്ഷികൾ കടന്നു വന്ന് പറന്നു വന്നിട്ട് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകുന്നതാണ് കണ്ടത്. അതിൽ ഓരോ റാഞ്ചൻ പക്ഷി ഒന്നും രണ്ടും മൂന്നും കുഞ്ഞുങ്ങളെ വരെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവരുടെ മാതാപിതാക്കൾ കിടന്ന് കരയുന്നതാണ് ഒരു വിഷൻ കണ്ടത്, ഒരു ദർശനം കണ്ടത്. അപ്പം ഇതെന്താണെന്ന് സിസ്റ്റർക്ക് മനസ്സിലായില്ല. അപ്പോൾ സിസ്റ്റർ എന്താ കർത്താവ് ഇതെന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് കുഞ്ഞുങ്ങൾ ഈ മെയ് മാസത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടം പിടിച്ച ഒരു കാര്യം നടക്കാൻ പോവാണ്. കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെയെല്ലാം പിടിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ മാരകമായ രോഗം പിടിക്കുകയും പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്ന സ്ഥിതി വരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ചിലപ്പം കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്ന സമയം കൊണ്ട് തന്നെ മരിച്ചു പോകുന്നൊരു സ്ഥിതി. ആശുപത്രികളിൽ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ യൂത്ത്സിൻ്റെ യൗവനക്കാരുടെ മരണം കൂടാൻ പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കോവിഡ് മഹാമാരിയുടെ മൂന്നാമത്തെ തരംഗം ഉണ്ടാകുമെന്നും അതിൻ്റെ ഇരകളെന്ന് പറയുന്നത് നമ്മുടെ ഭവനങ്ങളിലെ കൊച്ചുമക്കൾ ഒരുപക്ഷെ ആയിരിക്കാമെന്നും വൈദ്യശാസ്ത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം തന്നെയാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ്, ഈ ഒരു ദർശനം ചർച്ചാവിഷയമായിരിക്കുന്നത് എന്നൊരു വസ്തുത എന്നെ വളരെ ഗാഢമായിട്ട് ചിന്തിപ്പിച്ചു. ഇന്ന് കേരളത്തിൽ കാര്യങ്ങളിലൊക്കെ പോക്ക് അങ്ങനെയാണ്. അങ്ങ് അമേരിക്കയിലെ പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ മുതൽ കേരളത്തിൽ നിപ്പ ആയിക്കൊള്ളട്ടെ, ഓഖി ആയിക്കൊള്ളട്ടെ, കോവിഡോ പ്രളയമോ എന്തുമായിക്കൊള്ളട്ടെ, ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തവും ആധികാരികവുമായിട്ട് ജനങ്ങളെ പറഞ്ഞ് വഴിതെറ്റിക്കാൻ നമ്മുടെ കത്തോലിക്ക സഭയിൽ ആളുണ്ട് എന്നുള്ളത് വളരെ വ്യസനകരമായ ഒരു കാര്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ട് തന്നെയായിരിക്കാം കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ ചിലപ്പോൾ വിശേഷിപ്പിക്കുന്നത്. കാരണം എല്ലാം ദൈവം ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാനിവിടെ വളരെ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ദർശനങ്ങളെ അല്ലെങ്കിൽ പ്രൈവറ്റ് റിവലേഷൻസ് എന്ന് വിളിക്കപ്പെടുന്ന സ്വകാര്യ വെളിപാടുകളെ ഞാൻ വിമർശിക്കുകയോ നിരാകരിക്കുകയോ പരിഹസിക്കുകയോ അല്ല ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ വെളിപാടുകളുടെ അനുസൃതമായി കൂടുതൽ പൂർണ്ണമായിട്ട് ജീവിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സ്വകാര്യ വെളിപാടുകൾ ചിലപ്പോഴെങ്കിലും ചില കാലഘട്ടത്തിൽ ചില വ്യക്തികളെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ചില വ്യക്തികൾക്ക് ലഭിക്കുന്ന സ്വകാര്യ വെളിപാടുകൾ അത് ഗോസ്പൽ ട്രൂത്ത് ആയിട്ട് അല്ലെങ്കിൽ സുവിശേഷ സത്യമായി നമ്മളെല്ലാവരും സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഈ സ്വകാര്യ വെളിപാടുകളൊക്കെയും ദർശനങ്ങളൊക്കെയും ക്രിസ്തുവിൻ്റെ വെളിപാടിനനുസൃതമായിട്ട് ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതിന് പകരം മനുഷ്യ മനസ്സുകളിൽ ഭീതിയും ഭയവുമാണ് ജനിപ്പിക്കുന്നത്. കോവിഡും പ്രളയവുമൊക്കെ ആയിട്ട് മനുഷ്യൻ ഏറെ ബുദ്ധിമുട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ഈ ദർശനങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഭയവും പേടിയുമൊക്കെയാണ് നമ്മൾ പകർന്നു നൽകുന്നത്. ഇതിൽ ഏറെ വേദന ഉളവാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, ഇത്തരം ദർശനങ്ങൾ കാണാനും പ്രചരിപ്പിക്കാനും ഏറ്റവും മുൻപന്തിയിലുള്ളത് ഒരുപക്ഷെ വൈദികരാണ്, ചിലപ്പോൾ സന്യസ്തരാണ്, ചിലപ്പോൾ അൽമായ സഹോദരങ്ങൾ തന്നെയാണ്. ഞാൻ ചിലപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. ചിലർക്ക് ഈ ദർശനങ്ങളുടെ ഭാഷയിലൂടെ അല്ലാതെ സംസാരിക്കാൻ സാധിക്കില്ല. രാവിലെ ഈശോ സംസാരിക്കുന്നവരോട്, പിന്നീട് മാലാഖ സംസാരിക്കുന്നു, പരിശുദ്ധ അമ്മ സംസാരിക്കുന്നു. ഞാൻ വിമർശിക്കുകയല്ല, എങ്കിലും ഈ ദർശനങ്ങളുടെ ഭാഷയിലൂടെ മാത്രം സംസാരിച്ച് നമ്മൾ ഒത്തിരിയധികം ആളുകളെ വഴിതെറ്റിച്ചു വിടുന്നുണ്ട്. മനുഷ്യ മനസ്സുകളിൽ കൺഫ്യൂഷനാണ് നമ്മൾ ജനിപ്പിക്കുന്നത്. ഇതൊരു തെറ്റായ പ്രവണതയാണ് എന്ന് നാം ഇന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, ഇത്തരം ദർശനങ്ങൾ ഏറ്റവും അധികം പ്രചരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെയൊക്കെ പ്രാർത്ഥനാ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ്. ഒന്നുകിൽ
ഇടവകയുടെ തണലിൽ പ്രവർത്തിക്കുന്ന ചില വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ ചില ധ്യാന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് ഇത്തരം ദർശനങ്ങൾ, ഭയമുളവാക്കുന്ന ദർശനങ്ങൾ ഏറ്റവും അധികം പ്രചരിപ്പിക്കപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇടവകയിൽ നമുക്ക് ലഭിക്കുന്ന നല്ല വചന സന്ദേശങ്ങളുണ്ട്, വികാരിയച്ചന്മാരിലൂടെയും മറ്റു വൈദികരിലൂടെയും. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നല്ല വചന വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് തന്നെയുള്ള ആ ഒരു വിശ്വാസ പൈതൃകമുണ്ട്. ഇതൊക്കെ കാറ്റിൽ പറത്തി ഇത്തരം ദർശനങ്ങളുടെ പിന്നാലെ പോയിട്ട് അസ്വസ്ഥ മാനസരായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇത്തരം ദർശനങ്ങളിലെല്ലാം ദൈവത്തെ വളരെ ക്രൂരനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. കരുണാമയനായ നമ്മുടെ പൊന്നു തമ്പുരാനെ മറന്നിട്ട് ക്രൂരനായ ദൈവത്തിൻ്റെ ഒരു ചിത്രം പ്രചരിപ്പിക്കുന്നതിൽ ചിലർക്കെങ്കിലും വളരെയധികം സന്തോഷവും ആഹ്ലാദവുമാണ്. ഇനി ഇതിലേറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഇത്തരം ദർശനങ്ങളുടെ ആ ഒരു ടൈമിംഗ് ആണ്. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചില ദുരന്തങ്ങൾ, ചില പ്രകൃതിക്ഷോഭങ്ങൾ, ചില മഹാമാരികൾ ഉണ്ടായേക്കാമെന്ന് വൈദ്യശാസ്ത്രമോ കാലാവസ്ഥാ നിരീക്ഷകരോ മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം തന്നെ ഏകദേശം അവർ മുന്നറിയിപ്പ് നൽകുന്നു, ഏകദേശം ആ മണിക്കൂറുകളിൽ തന്നെയാണ് ഓരോരുത്തരും ദർശനങ്ങൾ കാണാനായിട്ട് ഇടയാകുന്നതും ആ ദർശനങ്ങൾ വോയിസ് ക്ലിപ്പായിട്ട്, വീഡിയോ ആയിട്ട് മനുഷ്യ മനസ്സുകളിലേക്ക് അവരെത്തിക്കുന്നതും. അപ്പോൾ ഈ ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഗാഢമായിട്ട് ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. പ്രിയ സഹോദരങ്ങളെ, എന്തിനാണ് ഇത്തരം കുറേ ആളുകൾ ദർശനങ്ങളിലൂടെ എപ്പോഴും സംസാരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഭീതി ഉണർത്താനായിട്ട് മാത്രമല്ല, പകരം സ്വയം പ്രവാചകരാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു അക്ഷീണ യത്നമാണ് ഇത്തരം പ്രവചനങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളക്കരയിൽ, പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്കർക്ക് പ്രവാചക ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മുടെയൊക്കെ ധാരണ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് ദർശനങ്ങൾ കാണുക, മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകിയത് മാത്രമാണ് പ്രവാചക ദൗത്യം. അല്ല, സാക്ഷി ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക ദൗത്യം. സത്യത്തിന് നിരക്കുന്ന കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രവാചക ദൗത്യം. അപ്പോൾ ഈ കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ സ്വപ്നം കണ്ട്, ദർശനം കണ്ട് വെറുതെ സമയം പാഴാക്കാതെ, മറ്റുള്ളവരെ ഭീതിയിലാഴ്ത്താതെ നന്മ ചെയ്യുവാനായിട്ട്, കാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് ഈശോ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണെന്ന് അറിയാം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുവചനമാണ്, നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള ഇത്തരം ദർശനങ്ങൾക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഇടം കൊടുക്കാതിരിക്കാം. ഓർക്കുക, മത്തായി 10:16 നമുക്ക് സർപ്പത്തെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കതയുള്ളവരുമായിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.